സ്കേൻ സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ പണ്ടൊക്കെ ഇത് പറയാറുണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്കാർക്കും അതിന് തെളിവില്ല. ഇങ്ങനെ ഈ വോട്ടർമാർക്ക് പൈസ കൊടുക്കുക, മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊടുക്കുക എന്ന നിലയിലൊക്കെ ചിലത്, അത് വോട്ടർമാരെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്നതിന് തുല്യവുമാണ് അത്തരം കാര്യങ്ങൾ. വോട്ടർമാരുടെ അവരുടെ വോട്ട് ചെയ്യാനുള്ള അവരുടെ അധികാരം ഉണ്ടല്ലോ, അതിന് അത്തരം ആക്ഷേപങ്ങൾ. ഏതായാലും പണ്ട് ഈ പ്രാദേശിക നേതാക്കളൊക്കെ ചില കോർണർ മീറ്റിങ്ങുകളിലൊക്കെ അങ്ങനെ പ്രസംഗം, അതായത് എതിരാളികൾ പൈസയുമായിട്ട് വരും, നിങ്ങൾ ആ പൈസയൊക്കെ വാങ്ങിച്ചെടുത്തോളൂ, പക്ഷേ വോട്ട് ചെയ്യുന്നത് നമ്മുടെ പാർട്ടിക്ക് വേണം, നമ്മുടെ പാർട്ടിക്ക് മതി എന്നൊക്കെയുള്ള നിലയിൽ പണ്ട് കാലങ്ങളിൽ ചില നേതാക്കൾ. ഇപ്പോൾ അങ്ങനെയുള്ള പ്രസംഗങ്ങളോ അത്തരം വാക്കുകളോ ഒന്നും ഇക്കാലത്തില്ല. കാരണം ഒന്ന്, സോഷ്യൽ മീഡിയ സദാസമയവും ജാഗ്രതയിലാണ്. നാടെമ്പാടും നാട്ടുംപുറത്തും എല്ലാം ഈ സോഷ്യൽ മീഡിയ കാലമാണ്. എല്ലാവരുടെയും കയ്യിൽ ക്യാമറയുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥികളോ രാഷ്ട്രീയ പാർട്ടികളോ ഒന്നും അതിന് മുതിരില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. അത്തരം എന്തെങ്കിലും തെളിവുകളോടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് സംപ്രേഷണം ചെയ്യാൻ കഴിയുന്നതുമാണ്. ഏതായാലും ഇതിൽ ഈ പാലക്കാട് ഉണ്ടായിട്ടുള്ള സംഭവം, അത് പാലക്കാട് മാത്രമല്ല തൃശ്ശൂരിൽ കിറ്റിൻ്റെ പേരിൽ ഇങ്ങനെയുള്ളത് നമ്മൾ പണ്ട് കാലത്ത് മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ അവിടുത്തെ വോട്ടർമാരെ ആകർഷിക്കുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ, സൗജന്യങ്ങൾ ധാരാളമായി കൊടുക്കുന്നു, ഈ പണം കൊടുക്കുന്നു, സാരി കൊടുക്കുന്നു. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ലക്നൌവിൽ ലാൽജി ടണ്ടൻ എന്ന് പറയുന്ന ഒരു BJP നേതാവ്, അദ്ദേഹം സാരി വിതരണം ചെയ്ത് ആ സാരി വാങ്ങുന്നതിന് വേണ്ടി വലിയ തിക്കും തിരക്കും ഉണ്ടായി. 22 സ്ത്രീകളാണ് അന്ന് കൊല്ലപ്പെട്ടത്. അത് BJPക്ക് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിക്ക് കാരണങ്ങളിലൊന്നായി ഈ ലാൽജി ടണ്ടൻ്റെ സാരി വിതരണത്തെയാണ് അന്ന് പലരും BJPയിൽ തന്നെയുള്ള പലരും കുറ്റപ്പെടുത്തിയിരുന്നത്. ഏതായാലും ഇത്തരം കാര്യങ്ങൾ അത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഭൂഷണമല്ല. ഇക്കാര്യത്തിലൊരു അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേസെടുക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ആ കാര്യത്തിൽ ഈ അന്വേഷണമൊക്കെ പൂർത്തിയായി വരട്ടെ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന SKN 2001 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തിരുവനന്തപുരം ഇതേപോലെ തന്നെ വോട്ടെടുപ്പിൻ്റെ തൊട്ട് തലേന്നാൾ, അതിൻ്റെ അടുത്ത തലേന്നാൾ രാത്രിയിൽ തിരുവനന്തപുരത്ത് നോർത്തിൽ അന്ന് M. വിജയകുമാറായിരുന്നു സ്ഥാനാർത്ഥി, മോഹൻകുമാറാണ് എതിർ സ്ഥാനാർത്ഥി. അന്ന് തിരുവനന്തപുരത്തെ ഓഡിയോ വിഷ്വൽ ആൻഡ് റിപ്രോഗ്രാഫിക് സെൻറ്റർ എന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് M. വിജയകുമാറിന് വേണ്ടി പോസ്റ്ററുകൾ അടിക്കുകയും അവിടെ ഈ പാർട്ടി കോൺഗ്രസ് പ്രവർത്തകരെത്തി അത് തടഞ്ഞു. സർക്കാർ സ്ഥാപനത്തിൽ അത് അവിടെ അടിക്കാൻ കഴിയില്ല, അത് ചട്ടവിരുദ്ധമായി അവിടെ അച്ചടിച്ചു എന്ന ആരോപണമായിരുന്നു. ടിങ്കു ബിസ്വാൾ എന്ന് പറയുന്ന കളക്ടറുടെ നേതൃത്വത്തിൽ അവിടെ എത്തി റെയ്ഡ് ചെയ്തു. ഏതായാലും ആ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ M. വിജയകുമാറിൻ്റെ തോൽവിക്ക് കാരണമായ ഒരു പ്രധാനപ്പെട്ട കാരണമായി ഈ റിപ്രോഗ്രാഫിക് സെൻറ്ററിലെ പോസ്റ്റർ വിവാദം മാറി എന്നുള്ളതൊരു ചരിത്രമാണ്. ഏതായാലും ഈ വിഷയത്തിൽ അന്വേഷണം നടക്കട്ടെ. അക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, പോലീസ് ഒക്കെ ഒരു യുക്തമായ തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.